മോനാണ് ഇയാളെ ഒറ്റയ്ക്ക് വന്നതാ വന്യമേഖലയിൽ ജീവിച്ചിരുന്ന തനതയുടെ കാവൽക്കാരനായിരുന്നു അവർ. അതെ, തന്റെ നാടനറിവിന്റെ തികവാർന്നൂപം ചാർത്തുകുലിക്കാൻ പട്ടങ്ങളൊന്നും ചൂടാതെ തുടങ്ങിയ വനമത കോടനാട നീലകണ്ഠൻ. അതെ, പിറന്ന മണ്ണിൽ നിന്നും പെരിയാറിന്റെ തീരത്തെ അഭയാരണ്യത്തിൽ വളർന്ന നമ്മുടെ സ്വന്തം നീലൻ ഒരുപക്ഷെ ഉത്സവ കേരളത്തിന് കിട്ടിയിരുന്നുവെങ്കിൽ അഴകിന്റെ തമ്പുരാനെ പോലെ ഒരു പൂരനായകനായി മാറിയതിനെ കാലമേ നീ ഞങ്ങൾ ഉത്സവ പ്രേമികൾക്ക് നൽകാതെ പോയ ആ ചന്ദ്രമാനിരിക്കുന്നു. കോടനാട് നീലകണ്ഠനും വിടവാങ്ങിയിരിക്കുന്നു. ഒപ്പം ആവേശത്തിന്റെ പുണ്യഭൂമിയിൽ ഇന്നും ഒരുപിടി ആനത്താരങ്ങൾ അണിനിരക്കുമ്പോൾ ആർക്കു മറക്കാനാകുന്നവനെ 3 വട്ടം മുഖത്തലയിൽ വന്നു മടങ്ങിയ ആ വീരനായകനെ. അതെ, ഈ നാടിന്റെ ആവേശങ്ങൾക്ക് മഹാപ്രൗഢിതകർന്ന് ഇവിടെ എഴുന്നള്ളുന്നത് ഇന്നില്ലെന്ന് വിശ്വസിക്കുവാൻ ഇവിടെ കൂടിയവർക്ക് ആർക്കും കഴിയാത്ത ഇതിഹാസനായകൻ. ഒരിത്തി കണ്ണീരോടെ അല്ലാതെ ഓർക്കാൻ കഴിയില്ലവനെ. അതെ, നമ്മുടെ സ്വന്തം അയ്യപ്പൻ, ഇതിഹാസ ചക്രവർത്തി മംഗലാംകുന്ന് അയ്യപ്പൻ. ചില മരണങ്ങൾ അങ്ങനെയാണ്. നമുക്കിടയിൽ നിന്ന് അവർ മടങ്ങിയെന്ന് വിശ്വസിക്കുവാൻ കഴിയില്ല. അവർ ഇന്നും എവിടെയോ ഉണ്ടെന്ന് നാം അങ്ങനെ വിശ്വസിച്ചുകൊണ്ടേയിരിക്കും. അതെ, അയ്യപ്പനും നമുക്കങ്ങനെയാണ്. വടക്കെവിടെയോ വേല പാടത്ത് തലയുയർത്തി നിൽക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാനാണ് ഏവർക്കും ഇഷ്ടം. പക്ഷെ വിധി അവനെ കവർന്നെടുത്തു. നാനാമുകുന്ദന്റെ പാദങ്ങളിൽ അവൻ ലയിച്ചു. വിയോഗങ്ങൾ പലതും വിശ്വസിക്കാൻ കഴിയാത്തത് സമ്മാനിച്ചു മടങ്ങി. പിന്നീട് ഓർമ്മകൾ കൊണ്ട് അത് നമ്മളെ കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും. ആനമലയാളത്തിന്റെ വൈഡൂര്യം കഥാവശേഷമായി എന്ന് ആർക്ക് വിശ്വസിക്കുവാൻ കഴിയും? അതെ, കാലത്തിന്റെ തലയെടുപ്പായിരുന്നല്ലോ അവൻ. മികച്ചതെന്തെന്ന് ചോദിച്ചാൽ അഴകാണോ, മികവാണോ, നിലവാണോ, അതോ തികവാണോ എന്ന് ചിന്തിച്ചു നിന്നിരുന്ന ആ നല്ല കാലം നമുക്കിനി സമ്മാനിക്കാൻ അയ്യപ്പൻ നമ്മളോടൊപ്പമില്ല. എഴുത്തച്ഛൻ ശ്രീനിവാസന്റെയും
പൂരനായകൻ ശിവസുന്ദരന്റെയും ആഠ്യഗണപതി കോങ്ങാട് കുട്ടിശങ്കരന്റെയും തിരുവമ്പാടി കുട്ടിശങ്കരന്റെയും ചുള്ളിപ്പറമ്പന്റെയും കുളറിയിലെ കുട്ടിക്കാളിദാസന്റെയും അമ്പലപ്പുഴ വിജയകൃഷ്ണന്റെയും ഒക്കെ വിയോഗങ്ങൾ ഇന്നും മനസ്സിൽ വിങ്ങലായി നിൽക്കുമ്പോൾ ഈ മണ്ണിലെത്തിയ സാക്ഷാൽ ഭാരത് വിനോദിന്റെയും ആ ഓർമ്മകൾക്ക് മുന്നിൽ മനസ്സ് വിങ്ങലായി നിൽക്കുമ്പോൾ ഏട്ടന്മാരായ ഗജരാജകുലപതി മംഗലാംകുന്ന ഗണപതിയുടെയും പാലകാപ്പ് ഗജപതി മംഗലാംകുന്ന കർണന്റെയും അരികിലേക്ക് പോയി മറഞ്ഞു നമ്മുടെ അയ്യപ്പനും. സ്വർഗത്തിലിപ്പോൾ പൂരമായിരിക്കും. അയ്യപ്പനും കർണനും ഗണപതിയും ഒക്കെ തലയുയർത്തി നിൽക്കുന്ന പൂരം. അതെ, വിട പറഞ്ഞിരിക്കുന്ന ഗജരാജപേടൂരും മംഗലാംകുന്ന അയ്യപ്പൻ. ഒരിക്കലും തിരിച്ചു വരാത്ത ഒരുപടി ഓർമ്മകൾ നൽകി അയ്യപ്പൻ വിടവാങ്ങി. അതെ അയ്യപ്പ, പൂരനായക, പ്രണാമം. നിനക്കും ശതകോടി പ്രണാമം. ഈ വർഷത്തെ ആനയിട്ട് കൊണ്ടുപോകാൻ സ്വാഗതം, സുസ്വാഗതം. അതെ, ഈ പുണ്യഭൂമിയിലേക്ക് ഈ വർഷത്തെ ആനയിട്ടിലേക്ക് ആദ്യമായി കടന്നു വരുന്നു. ആവേശം അറിയിക്കുന്ന നേരത്തെ ആനന്ദത്തിന്റെ കവിയെഴുതുകൾ നിലനിൽക്കുമ്പോൾ ഭൂതല കണ്ടെന്ന മണ്ണിൽ ആനയുക്തനായി എഴുന്നേൽക്കുന്ന തെക്കിന്റെ സാമസമുദ്രത്തിൽ ഇവരെല്ലാം പല വേദികളിൽ തന്നെ എഴുതുകൊണ്ട് ചരിത്രം രചിച്ച യുവരാജാവ് കടന്നു വരുന്നു. ബ്രഹ്മതന്ത്രിന്റെ മാതന്റെ കാണിക്ക ഗജരാജ ശ്രേഷ്ഠൻ ഐശ്വര്യ ശ്രീമാൻ ഉണ്ണിമല്ലാര ഗണപതി. കണ്ണന്റെ മണ്ണിലേക്ക് പദം വെച്ചില്ല. ഈ വർഷത്തെ ആനയുടേതായി ആദ്യമായി കടന്നു വരുന്ന ഒരു ഗണപതി ചെന്നു. ഗണപതിയുടെ തൃക്കാലത്തിൽ പാദമടച്ചുകൊണ്ട് ആ മഹാനിയോഗത്തിന്റെ സരണകൾ ഉയർത്തിക്കൊണ്ടില്ല മുഖത്തല കണ്ണന്റെ മണ്ണിലേക്ക് നിയോഗത്തിന്റെ രാജസിംഹാസനങ്ങൾ നീക്കി കാലം അനുഗ്രഹിക്കുന്ന തിരുവാമ സൗന്ദര്യം മികവിന്റെ വേദികൾ ഇരുകൈയിലേക്ക് സ്വീകരിച്ച കൊല്ലത്തിന്റെ വിലായ വീരൻ അഴകിന്റെ വജ്രായുധം തന്റെ ആവനാഴിയിൽ കരുതുമ്പോഴും തികവാർന്ന ശാന്തമുഖചന്ദ്രയായി വരുന്നവൻ കടന്നു വരുന്നു. ഉണ്ണിമല്ലാതെ കുട്ടികൾ തലനും വിലനും താരമാകുന്ന കൊല്ലത്ത് വേറിട്ട അധ്യായം രചിച്ച വീരഗണപതി ഗജസൗമ്യ ശ്രേഷ്ഠൻ ഐശ്വര്യ ശ്രീമാൻ ഉണ്ണിമല്ലാര ഗണപതി. ഈ സമയം ഭഗവാന്റെ സന്നിധിയിൽ കടന്നു വരുന്ന ഓരോ ഗജവീരന്മാരുടെയും ചട്ടക്കാർക്ക് ടീം പാർട്ട എല്ലാ വാദ്യങ്ങളും ഇവിടെ അവസാനിപ്പിക്കണമെന്ന് അറിയിക്കുകയാണ്. ആനയെ പടിഞ്ഞാറ് വാതിൽ വഴി ക്ഷേത്രത്തിനകത്തേക്ക് കയറ്റുവാൻ ഭാരവാഹികളെ അറിയിക്കുന്നു. ആനയെ പടിഞ്ഞാറ് വാതിൽ വഴി ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് അറിയിക്കുകയാണ്. ഈ സമയം ഇവിടെ നിൽക്കുന്ന മുഴുവൻ വാദ്യങ്ങളും അവസാനിപ്പിക്കണമെന്ന് അറിയിക്കുകയാണ്.
ഇവരാണത്തം പടയം വയ്ക്കാതെയാണ് കേരളത്തിൽ തന്റെ സാന്നിധ്യം തെളിയിക്കുന്ന വീരനായകൻ. പേരെടുത്ത പൂരങ്ങൾക്കെല്ലാം പുതുപ്പള്ളി ഗജതയുടെ പ്രമുഖ കാണിച്ച് എഴുന്നള്ളി നിൽക്കുന്നത് ആനക്കമ്പത്തിന്റെ പേരിൽ ആണുങ്ങൾ അണിനിരക്കുമ്പോൾ അതിലഴകിന്റെ മാറ്റത്തിൽ ഇറക്കുവാൻ മുന്നത്തിൽ ചേരുന്നത് വീരന്മാർ വളർന്ന കോട്ടയ്ക്ക് രാജഭൂമിയിൽ വാഴവളം കീർത്തിയുമായി എഴുതാൻ വന്ന മാതൃക തെരുവുകൾ വടക്കു പിറന്നവരുടെ ആവേശപ്പെടുത്തിയാക്കി മലയാള മണ്ണിൽ നിറച്ചവൻ താരങ്ങളിൽ വന്നിറങ്ങിയ മുഖത്തുള്ള മണ്ണിലേക്ക് ഇത്തവണ വേറിട്ട സൗന്ദര്യവുമായി വരികയാണവൻ. എടുത്ത വ്യക്തികളെല്ലാം മണ്ണിന്റെ ചാരതകൾ മനസ്സിലാക്കിയ അർജുനൻ ഏത് മണ്ണിലും താരമായി നിൽക്കുവാൻ പോകുന്ന പുതുപ്പള്ളി ഗജതയുടെ അർജുനൻ. ഗജകേസരി പുതുപ്പള്ളി അർജുനൻ. ഈ സമയത്തെയും പാഠശാലയുടെ സമർപ്പണമായി എല്ലാ ചട്ടക്കാർക്കും സ്നേഹവും ആദരവും നൽകുന്നു. ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് വടമേവാദയുടെ ഉൾപ്പെടുത്തേക്കാണ് നൽകിയത്. ഒരുമയുടെ തിരുമയുടെ ഏകാഗ്രത്തെ രണ്ടു പാടാൻ അനങ്ങിയ വസന്തം നൽകുവാൻ വന്നു സഞ്ചരിക്കുന്ന മണ്ണിലെ തിരിയുക. വലുതായി ഒഴുകുകയാണവൻ. താരങ്ങളും താരരാജാക്കന്മാരും കടന്നു വരാനിരിക്കുന്ന മണ്ണിലേക്ക് കടന്നു വന്നെത്തുന്നു. പലക്കലെ മറ്റൊരു തമ്പുരാൻ ഗജരാജൻ പനക്കൽ നീലകണ്ഠൻ. ഗജരാജൻ പനക്കൽ നീലകണ്ഠൻ. ഓരോ കരിവീരന്മാരും പാപസമൃദ്ധിയുടെ സ്നേഹോപഹാരങ്ങളും ചട്ടക്കാർ നൽകിക്കൊണ്ട് ഈ മണ്ണിലേക്ക് പടിക്കെട്ടുകളിൽ കടന്നു വരികയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ കീർത്തികേട്ട ചരിത്രമുള്ള തങ്ങളുടെ പൂർവ്വഭൂമികളിലെ നിറസാന്നിധ്യം പേരുകേട്ട മണ്ണിലെല്ലാം പിടന്മാരായി കൂട്ടാനായി എഴുന്നള്ളിക്കുന്നത് ആരാധകരുടെ കണ്ണയിലും മനസ്സിലും കുളിർമയുവാൻ വരുന്ന മാതൃക താരം സാന്തസ്വരൂപൻ പനക്കൽ നീലകണ്ഠൻ കടന്നു വരികയായി. അതെ, താൻ കൈവയ്ക്കുന്ന ഏത് മണ്ണുണ്ടാകും കൊല്ലത്തിന്റെ മണ്ണിൽ നിന്ന് സത്യമാരാധകർക്ക് മുന്നിലേക്ക് നീട്ടി എഴുന്നള്ളി നിൽക്കുന്ന കടന്നു വരികയാണ്. ഒരു നാളും ഇവിടുത്തെ ജനതയിൽ ഉത്സവം കൂടുവാൻ മഹോത്സവം കൂടുവാൻ പിടിച്ചു നിൽക്കുമ്പോൾ ഈ മണ്ണിലേക്ക് ഈ നാടിന്റെ പുണ്യഭൂമിയിലേക്ക് കടന്നു വരുന്നു പനക്കൽ നീലകണ്ഠൻ സാരഥിമാർക്കും സ്വാഗതം, സുസ്വാഗതം. പഞ്ചഭൂതങ്ങളും പടർന്നു നിൽക്കുന്ന കണ്ണന്റെ മണ്ണിന്റെ ആഘോഷത്തിൽ നേരിട്ടിക കടന്നു വരുന്ന മറ്റൊരു ഗജരാജൻ. വടക്കു പിറന്നവരുടെ വരവ് തരംഗമായി മാറിയപ്പോൾ മലയാള മണ്ണിന്റെ പദം കൊണ്ട് ചൊമ്പിച്ച് കടന്നു വന്ന വീരവിസ്മയം കടന്നു വരികയാണവൻ. കൊല്ലം നാടിന്റെ വീരനായകൻ. വീരന്മാർ ഏറെ അറിയുന്ന തെക്കിന്റെ വീരവാഗ്ദാനം ഗജരാജനാടന്തി കുഴിയും പഞ്ചമത്തിൽ വീരസിംഹങ്ങളും തന്റെ
ദിവസം നിറഞ്ഞവരെ ഇരുവരെയും സ്വീകരിച്ച തെക്കൻനാടിന്റെ മാതന്റെ മഹിമയിൽ തിളക്കത്തോടെ വരുന്നത് വ്യത്യസ്തതയുടെ നിറകുടമായി മാറുമ്പോഴും അഴകിന്റെ രാമനാടി മുന്നിൽ ഒളിച്ചു വയ്പ്പിക്കുന്ന മറ്റൊരു വിസ്മയം. അതെ, പൂരങ്ങൾ ഏറെ നിറയുന്ന നാട്ടിൽ നെഞ്ചം വിരിച്ചു നിന്ന് പെരുമകൾ നിറയുന്ന കൊല്ലം പൂരം കൂടിയത് ഒത്തിരി വീരന്മാരെ മലയാള മണ്ണിൽ സമ്മാനിച്ച പത്തൻകുളത്തെ വരെ അഴകോട് വാണവൻ നിറനിറയുന്ന ആഘോഷങ്ങൾക്ക് നായകത്വം വഹിച്ച ജഗരാജാക്കന്മാരുടെ കഥകൾ പറയുവാനുള്ള ദേശിക നാടിന്റെ മറ്റൊരു നിലയ്ക്കുറി കടന്നു വരികയാണവൻ. തുണിയും പഞ്ചകത്തിൽ തോള ഈ മണ്ണിലെ കാരണങ്ങൾ ഓരോ മികതാരങ്ങളും ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നു. അതെ, തുണിയും പഞ്ചമത്തിൽ ദ്രോഹിക്കുന്ന സാരഥിമാർക്കും മുഖത്തുള്ള ആനയൂട്ടിലേക്ക് സ്വാഗതം, സുസ്വാഗതം. കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന തെരുക്കു കാലചന്ദ്രങ്ങൾ അണിനിരന്ന് നിൽക്കുന്ന നേരത്തിലീവ കടന്നു വരുന്നു. കണിയാമ്പുഴാനപ്രേമി സംഘത്തിന്റെ വീരനായകൻ, കരുത്തും കരുതലും കൊണ്ട് ചരിത്രം രചിക്കുന്ന അനന്തപുരിക്കാരൻ, പോരാട്ടത്തിന് പറ്റുന്ന രാജവീഥികൾ എതിരെടുത്തുള്ള ആജ്ഞാപിച്ച് കടന്നു വരികയാണവൻ. വീരഹസ്തി ശിവം ലക്ഷ്മി അയ്യപ്പൻ. സംഘത്തിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരുത്തുറ്റ ചരിത്രം മുഖത്തലയിൽ രചിക്കുവാൻ കടന്നു വരികയാണ്. അഴകിന്റെ രാമനാഴിയുടെ അങ്ങ് കർണാടക കാടുകളിൽ പിറന്നുകൊണ്ട കരുത്തുറ്റ ആൺകുട്ടിയാണ്. എടുത്തു നിൽക്കുന്ന കൊമ്പുകൾ കൊണ്ട് ചരിത്രം രചിക്കാൻ തീരുമാനിക്കാത്ത യുവനായകൻ, എണ്ണം പറഞ്ഞ രാജസൂയങ്ങളിൽ അഴകിന്റെ തികവാർന്ന ഭാവം കാണിക്കാൻ പിറവികൊണ്ടവൻ, എണ്ണി പറയുന്ന ലക്ഷണ പൊരുത്തങ്ങൾ ചന്തമോടെ തികഞ്ഞ ദേശ രാജകുലപതി, കാണുന്ന കണ്ണുകൾക്ക് കരിയഴകിന്റെ വിസ്മയം തീർക്കുന്ന കാർമുകിൽ വർണ്ണൻ കടന്നു വരുന്നു. ശിവം ലക്ഷ്മി ഗ്രൂപ്പിന്റെ സ്വന്തമുള്ള സുന്ദരൻ ഇലകമൻ ശിവം ലക്ഷ്മി അയ്യപ്പൻ. തന്റെ പ്രിയ സാരഥി ദേവസംഘങ്ങളുടെ കയ്യിൽ പിടിച്ചു കടന്നു വരികയാണ്. ഈ നാടിന്റെ രാജവീഥികളിലൂടെ അതെ മുഖത്തുള്ള കണ്ണന്റെ മണ്ണിലേക്ക് ഏത് മണ്ണിലും വാനരങ്ങൾ തീർക്കുവാനായ അവതാരങ്ങൾ കൊണ്ട് അഴകിന്റെ ആനരൂപം വാലേഖകാന്തിയും വാലോടം പോകുന്ന പ്രബുദ്ധിയുമായി അനന്തപുരിയുടെ വിരിമാറിൽ നിന്നും ആവേശത്തിന്റെ ചരിത്രം കുറിക്കുന്നവൻ. പൂരം കൂടിയ കാലത്ത് പുതിയ കാലത്തിന്റെ രാജസൂയത്തിന് നായകനാകുവാൻ അവതാര പ്രഭുവിയുടെ സകല സൗന്ദര്യവും തന്നിലേക്ക് ആവാഹിച്ചവൻ. എഴുന്നള്ള നിൽക്കുന്ന വേദികളെ ഏതു കണ്ണിനും വിരുന്നാക്കുന്ന തികമാർ നാദചന്ദ്രൻ ഇലകമൻ ശിവം ലക്ഷ്മി ഗ്രൂപ്പിന്റെ കുറുപ്പ് ചെയ്ത് കണിയാമ്പുഴാനപ്രേമി സംഘത്തിന്റെ വീരനായകൻ വീരഹസ്തി ശിവം ലക്ഷ്മി അയ്യപ്പൻ. ദക്ഷിണ ഭാരത കവാടത്തിൽ നിന്നും മലയാള മണ്ണിലേക്ക് ചരിത്രം രചിക്കാൻ കടന്നു വരുന്നത് തെക്കിന്റെ എണ്ണം പറഞ്ഞ നാദന്റെ ശ്രീമാൻ ഗജകേസരി ആമാരി മാധവൻ കുട്ടി.
ഉമേഷ് വൃന്ദാവനം പാലവിളക്കുട്ടിയുടെ സമർപ്പണമായി കടന്നു വരുന്ന വീരകേശൻ ആന കേരളത്തിൽ വേട്ടപ്പരനെ അവകാശപ്പെടാനുള്ള പത്തൻകുളം മോളി നിവാസ് ആമ്പാടി ഗ്രൂപ്പിന്റെ കുറിപ്പ് ചെയ്ത് പേരും പെരുമയും നിറഞ്ഞ വീരന്മാരെ മഹിമയുള്ള മലയാളം പഠിപ്പിക്കുന്ന തെക്കിന്റെ തമ്പുരാൻ കടന്നു വരുന്നു. ചുളയും ചുറുചുറുക്കും ആവോളമുള്ള ദേശീയ നാടിന്റെ ഐശ്വര്യ ശ്രീമാൻ ഏറ്റെടുക്കുന്ന പൂരങ്ങളിലെല്ലാം തന്റേടമോടെ നിലകൊള്ളുന്ന ഗജസേനാനി പൂരങ്ങൾക്ക് ആരവം തീർക്കുവാൻ വടക്കൻ മണ്ണിൽ നിന്നും തെക്കൻ മണ്ണിലേക്ക് വന്നിറങ്ങിയവൻ വരികയാണ്. ആനയൂട്ടൊരുങ്ങുന്ന മുഖത്തല കണ്ണന്റെ മണ്ണിൽ ആവേശം നിറച്ചുകൊണ്ട് എഴുന്നള്ളി വരികയാണവൻ. ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ചെറുതല്ലാത്ത പ്രൗഢിയുടെ സിംഹാസനമേറിയ തെക്കൻ തുർക്കി വടക്കുനാഥന്റെ തട്ടകത്തിലെ വടക്കൻ കേരളം കണ്ടു മോഹിച്ച അനന്യ സൗന്ദര്യം എത്തുന്ന മണ്ണിൽ നിത്യം വിളങ്ങാൻ ഏവരെ ധാരാളമെന്ന് തെക്കൻ മണ്ണിൽ തന്നെ തെളിയിച്ചവൻ. ഉറച്ച പാരമ്പര്യ മികച്ച പരിചരണവും കൊടുത്ത് ആമ്പാടി ഗ്രൂപ്പ് കാത്തു സൂക്ഷിക്കുന്ന മാതംഗ മാണിക്യം അവതാരമാകുന്നു. ഗജകേസരി ആമ്പാടി മാധവൻ കുട്ടി. പ്രഗത്ഭനായ ചട്ടക്കാരൻ ആനയുടെ മധുവിന്റെ കൈയും പിടിച്ചിത തെക്കും വടക്കും അറിയുന്ന പൂരങ്ങൾക്ക് ദേശീയ നാട്ടിൽ നിന്നും കടന്നു പോകുന്ന ഉത്തമ പുരുഷൻ ആമ്പാടി മാധവൻ കുട്ടി. മുഖത്തല കണ്ണന്റെ മണ്ണിലേക്ക് നിനക്കൊരായിരം സ്വാഗതം, സുസ്വാഗതം. ഈ എണ്ണം പറഞ്ഞ കൊമ്പന്മാർ എന്നും വന്നിറങ്ങിയ കൊല്ലന്മാരുടെ വീരപുത്രനാണ്. ഈ നാടിന്റെ മടിത്തട്ടിൽ ആവേശം നിറയ്ക്കാൻ ഉമേഷ് വൃന്ദാവനം പാലവിളക്കുട്ടിയുടെ സമർപ്പണമായി കണ്ണന്റെ മണ്ണിലേക്ക് കടന്നു വരുന്ന വീരകേസരിയാണ്. പുതുയുഗ മഹിമയെ മനസ്സിൽ സ്വീകരിച്ചുകൊണ്ട് കടന്നു വരുന്ന ആമ്പാടി മാധവൻ കുട്ടിക്ക് ഈ മണ്ണിലേക്ക് സ്വാഗതം, സുസ്വാഗതം. ആവേശവും ആരവങ്ങളും മാറി മാറി ഉയർത്തുവാൻ മുഖത്തലയുടെ മണ്ണിന്റെ മനസ്സൊരുങ്ങി നിൽക്കുമ്പോൾ ഈ ഇതാ കടന്നു വരുന്ന തെക്കിന്റെ മറ്റൊരു താരസൂര്യൻ പേരും പെരുമയും നിറഞ്ഞ ഭൂതക്കുളം നാടിന്റെ ഗജരാജ ശ്രീനാഥികൻ ഫ്രണ്ട്സ് മുഖത്തലയുടെ അഭിമാന താരം കാളിപ്രിയ ഗജരത്നം ഗജസിംഹൻ തടത്താമര രാജശേഖരൻ. തിരുവമ്പാടിക്കായി എഴുന്നള്ളിയിരുന്ന കൂട്ടാന പൂരനഗരിയുടെ പദവകാരനായ തെക്കൻ തമ്പുരാൻ കാളിപ്രിയ ഗജരത്നം ഗജസിംഹൻ തടത്താമല രാജശേഖരൻ. അന്ന് വാഴുന്ന ആരവങ്ങളെ തന്റെ ആവേശങ്ങൾക്ക് കമ്പടിയാക്കി എഴുന്നള്ളി വരികയാണ്. ഫ്രണ്ട്സ് മുഖത്തലയുടെ വീരനായകൻ തന്നോട് ചേരാൻ കൊതിക്കുന്ന നാട്ടിൽ കാലമൂല്യം ഇരട്ടിയാക്കി കടന്നു വരുന്നു അവൻ. ശ്രീ ഭൂതനാഥൻ വാഴുന്ന ഭൂതക്കുണത്തു നിന്നും ആനക്കേരളത്തിന്റെ ആവേശമായ ഗജരാജൻ വന്നതാ ഇന്നോളം വെല്ലുവിളികളുടെ എല്ലാ ശരണങ്ങളെ ഒന്നും നേരിടാതെ വിജയത്തിന്റെ തലപ്പക്കമോടെ വളർന്നവൻ. അതെ,
ആനയൂട്ടിന് ചന്തവും ആവേശവും പകരുവാൻ ഈ വന്നെത്തുകയാണ് മണ്ണിൽ ദേശീയനാടിന്റെ ആൺകുട്ടി. അതെ, ഇവൻ കാവൽ നിൽക്കുന്ന അമ്മ തമ്പുരാട്ടിയുടെ തിരുമടിത്തത്തിൽ നിന്നും കരുത്തുറ്റ കാലത്തിന്റെ ഇടനടിയിലേക്ക് കാലെടുത്ത് വച്ചവൻ കരുവല്ലൂർ അമ്മയുടെ മകനായി കാലത്തെ ഇടയ്ക്ക് ഭരിക്കാൻ പോകുന്ന തെരുവീരകുമാരൻ, ചെറിയ ദേശത്തിന്റെ നായകൻ, ദേശീയ നാടിന്റെ യുവരാജാവ്, ഭഗവതി പ്രിയ സൂര്യൻ, പേരൂർ ശിവൻ. വരികയാണ്, വല്ലതിനെ വിഷയം തീർക്കുകയാണ് ശിവൻ. ഇത്തവണയും പൂരം കൂടി നടക്കുന്ന നാഥന്റെ ചരിത്രഭൂമി വീടടക്കുന്ന സുന്ദരകുമാരൻ പഠിച്ചു തരുന്ന നാട് മുതൽ പയറ്റി തെളിയാൻ വേണ്ട അടവുകളെല്ലാം നമുക്ക് പഠിച്ച വീരാളികൾ. പിന്നീടുള്ള വീഥികളിൽ നാടികൾക്കെല്ലാം വിജയങ്ങൾ കുറിക്കുവാൻ പോകുന്ന വീര്യമുള്ള പോരാളി. അതെ, പൂരങ്ങളുടെ പൂരവും വേളകളിൽ വേളയും തന്റെ പ്രിയ സാരഥി കൊട്ടിയും സച്ചിന്റെ കൈയും പിടിച്ചുകൂടി കൊല്ലത്തിന്റെ മണ്ണിൽ അഭിമാനമായി തിരികെ വന്നവൻ, ആരവങ്ങളുടെ കളിക്കാരനായ ആൺകുട്ടി. നേരിടാൻ ഒരുങ്ങിയാൽ നേടിയെടുത്ത് ഓർമ്മകളെ എന്ന് ചൊല്ലി അനുഗ്രഹിക്കയക്കുന്ന തിരുനെല്ലൂർ അമ്മയുടെ മാനസപുത്രൻ ഇതാ ചെറിയ ദേശത്തിന്റെ കൈയും പിടിച്ച് കടന്നു വരികയാണ്. പേരൂരാൻ വീരനാരായണൻ ആരായുന്നവരെ തന്റെ പോരാട്ട വീര്യം കൊണ്ട് ഇടക്കി നിർത്തി ശീലിച്ച പേരൂരാൻ വീരന്മാർ നിറയുന്ന വെള്ളനാടൻ വേളകളിൽ തെക്കിന്റെ നാമം എഴുതി ചേർക്കാൻ എഴുന്നള്ളി ചെന്ന പേരൂരാൻ കാലം കാത്തുവച്ചിരിക്കുന്ന രഥസിംഹാസനം കാലടി ചുവട്ടിൽ ഇടക്കി ഭരിക്കാൻ പിറവിലുള്ള പേരൂരാൻ പോരാട്ടത്തിന് കൊമ്പളം വച്ച തങ്കത്തിൽ കാണാമെന്ന് വെല്ലുവിളിച്ചവരോടെല്ലാം ആവേശം കൊണ്ട് മറുപടി പറഞ്ഞ പേരൂരാൻ ഇതാ വരികയാണ്. ഈ മണ്ണിന്റെ മഹിമയ്ക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് ഇവിടെ മഹോത്സവ പെരുമ തീർക്കുവാൻ വരികയാണവൻ. നിയോഗത്തിന്റെ പൂരപ്പറമ്പുകൾ ഇരുകയും നീട്ടി സ്വീകരിച്ച് തെക്കൻ നാടിന്റെ മോദന്റെ മാണിക്യം യുവപരീതമെന്നറിയ പേരൂർ ശിവൻ. നിഗ്രഹിച്ച ശേഷം അഗ്നിയുടെ മുഖത്തിനെ കുടുകൊണ്ട മുരഹരിയുടെ മണ്ണിലെ തിരിയുക ഈ കട്ടക ഭൂമിയുടെ തമ്പുരാൻ കുട്ടി കടന്നു വരുന്നു. അതെ, ഇവൻ ഈ മണ്ണിൽ താരനായൻ, ഈ മണ്ണിലെ രാജകുമാരനായ മറന്നു പോകുന്ന താരനായകൻ, അനിതര സാധാരണമായ ആവേശം കൊണ്ടാണ് കേരളത്തിന്റെ ഹൃദയകുമാരൻ കീഴടക്കിയവൻ. അതെ, മുരഹരി പ്രിയന്റെ വരവായി ജയേഷും മണികണ്ഠനും ചേർന്നുള്ള ടീം പാർത്ഥസാരഥിയുടെയും ആനയൂട്ട് കമ്മിറ്റിയുടെയും അഭിമാനതലമായി കടന്നു വരുന്ന മുരഹരി പ്രിയൻ ഈ ഭഗവ സേവകർ ആചാര്യ വിഷ്ണുനാരായണൻ.
ഇവൻ പുതുതലമുറയുടെ ആവേശം കൂടുവാൻ പുതുമകളുടെ നിയോഗം സിദ്ധിച്ച മാതംഗ യുവരാജ് വടക്കു പിറന്നവർ അടക്കം വാഴുന്ന തെക്കൻ നാട്ടിൽ പകരം വയ്ക്കാനില്ലാത്ത ഗന്ധർവ സൗന്ദര്യവുമായി വളർന്നു വരുന്നവൻ മീനം കുംഭമാസത്തിൽ നാടാകെ ആഘോഷം നിറയുമ്പോൾ തെക്കും വടക്കും പിന്നെ സ്വന്തം തട്ടകത്തിലും താരമായി നിറയുന്നവൻ വളർച്ചയുടെ കാര്യത്തിൽ തന്നെ താരമായി നയിക്കുവാൻ വന്ന തനിമയുള്ള ചരിത്രക്കാരൻ യുവചക്രക്കാരിലെ മിന്നും താരമായ മാമ്പിയുടെ കൈയും പിടിച്ചുകൊണ്ട് കടന്നു വരികയാണവൻ. ആയിരക്കണക്കിന് ആരാധകരെ സാക്ഷിയാക്കി ആലയടി പൂരം കൂടിയ താരമായവൻ ആവേശം പടുക്കത്തിറങ്ങുന്ന കുടുംബക്കരിയിൽ ആരാധക സമക്ഷം ആർപ്പികളിൽ ഏറ്റുവാങ്ങിയവൻ തന്റെ മനസ്സിന്റെ അകത്തളത്തിന് അതിവേഗം ഇടങ്ങാൻ നിയോഗം കിട്ടിയ ഗജകുമാര വിസ്മയം ജിയേഷും മണികണ്ഠനും ഒരുക്കുന്ന ഗജതാരകുമാരൻ ഈ ഭഗുല ചേകവർ ആക്കാനുള്ള വിഷ്ണുനാരായണൻ കടന്നു വന്നവൻ അതെ, തെക്കൻ നാട്ടിൽ നിന്നും വടക്കൻ തട്ടകങ്ങളിൽ ഇടിമിന്നലായി അവതരിച്ച യുവതാരകം കണ്ണറിയെ കാണാൻ കൊതിച്ച ആനപ്രേമികളുടെ കണ്ണിലും മനസ്സിലും ഒരായിരം മോഹങ്ങൾ വിരിയിച്ചു വരുന്ന ഭാവിമാർക്കാണ് പോരാട്ടത്തിന്റെ പത്തൻ വീഥിയിൽ ആവേശത്തിന്റെ ഊർമി വീശി ആഘോഷം കണ്ടേതാക്കുന്നത്. കൊല്ലം നാട്ടിലെ സൗന്ദര്യമാരിൽ മമ്മുള്ള രാജകുമാരൻ മുരഹരി പ്രിയൻ ആക്കാനുള്ള വിഷ്ണുനാരായണൻ വരികയാണ്. നിരനിരയായി അലനിരക്കുന്ന ഗജരാജ കേസരികൾക്ക് വിളനമായ സ്വന്തം മണ്ണിലേക്ക് ആനയൂട്ട് കമ്മറ്റിയുടെ കയ്യം പിടിച്ചെഴുന്നള്ളി വരികയാണവൻ. എല്ലാം പറഞ്ഞു എണ്ണമറ്റുള്ളവരുടെ സംഭാവനകൾ ആനക്കേരളത്തിൽ വിഭാവനം ചെയ്ത തെക്കൻ നാടിന്റെ കണ്ണിലില്ലേ തെല്ലും തോൽക്കാത്ത യുവത്വത്തിന്റെ ചങ്കൂറ്റം എന്തും കാണിക്കാൻ മടിക്കാത്ത ആൺകുട്ടി എണ്ണം പറഞ്ഞവർക്ക് പേടിശക്തമായി തെക്കുനിന്ന് ഉയരുന്ന വെല്ലുവിളി നിറം വല്ലാത്ത ആനച്ചർച്ചകളിൽ നിയോഗവുമായി നിറയുന്ന മനോഹരി പ്രിയൻ ഈ ഭഗുല ചേകവർ ആക്കാവിള വിഷ്ണുനാരായണൻ ഒരു വടക്കൻ കുറിപ്പിയുടെ വരവ് ചരിത്രം കുറിക്കാൻ തുണിഞ്ഞിറങ്ങിയ ടീം ക്ഷത്രിയ ധർമാസ് പുള്ളിയുടെ പാലുകളെ കുട്ടിയുടെ കയ്യിൽ പിടിച്ച് കടന്നു വരികയാണവൻ. ടീം ക്ഷത്രിയ ധർമാസിന്റെ വീരനായകൻ ഭയമെന്നറിയാതെ ഭയമെന്നറിയ ചരിത്രമില്ലാതെ തുടർ വിജയങ്ങളുടെ സംഘടനയ്ക്കുന്ന യുവകുറുപ്പി പേര് കേട്ടവർക്കൊപ്പം പഠനത്തിൽ വളരാൻ മലയാളം കരുതി വെച്ചിരിക്കുന്ന മുതലാളിത്തം വേദകേസരി ആക്രമണ മോഹനൻ അതിന്റെ രക്ഷകർത്താക്കളെ മൈക്കോരിയുമായിട്ട് ബന്ധപ്പെടുന്നു. അതെ, വാശിയെങ്കിൽ വാശിയെന്നും ആവേശത്തിലെങ്കിൽ അലകടൽ തീർക്കണമെന്നും ആരാധകർക്ക് ഉറപ്പ് നൽകി വരികയാണവൻ. ടീം ക്ഷത്രിയ ധർമാസ് പാലകുട്ടിയുടെ ധീരനായകൻ വടക്കൻ ചുരലിറങ്ങി വന്ന ചരിത്രം രചിച്ച ഗജകുറുപ്പികളുടെ പിന്മുറക്കാരൻ രണഭൂമികളിലൂടെ വിജയാരവം തീർത്ത വടക്കൻ നാടിന്റെ വരദാനം വരികയാണ്. ഉത്തമ വള്ളവനാടിന്റെ ഉത്തമ ഗജരാജൻ കലിയുഗ കർണാവതാരം അക്രമണി മോഹനൻ തലകെട്ടിൽ നിന്ന് രാജാക്കന്മാർ തിരിച്ചു എഴുതുവാൻ കഴിയാത്ത ചരിത്രം രചിച്ച മുഖത്തലയുടെ ടീം ക്ഷത്രിയ ധർമാസിന്റെ വീരനായകൻ വരികയാണ്. എത്തിപ്പിടിക്കാനുള്ള അത്യുന്നതന്റെ തന്റെ കൊണ്ട് കീഴടക്കി താരമൂല്യത്തിന്റെ കയ്യൊപ്പ് ചേർത്താൻ അക്കരകളിലെ കുട്ടിക്ക് മുഖത്തല കണ്ണന്റെ മണ്ണിലേക്ക് സ്വാഗതവും സുസ്വാഗതം.
പ്രൗഢിയുള്ള താരങ്ങൾ എന്നും മലനിരന്ന് നിങ്ങൾ ചരിത്രമുള്ള മുഖത്തിൽ മുരുകയുടെ മണ്ണിലേക്ക് ഇനിയിത അഴകിന്റെ സർവഭാവങ്ങളും കാണിച്ചുകൊണ്ടൊരു സത്യപുത്രന്റെ വരവ്. അതെ, കണ്ണുനിറയെ കാണുവാനും കരളയത്തിൽ ആയിക്കുവാനും തെറ്റല്ലാനും കാത്തുകാത്തിരിക്കുന്ന സത്യനായകൻ, പടിഞ്ഞാറ് ദേശം വാമനകാവിയുടെ നായകൻ, ഗജകേസരി പട്ടാമ്പി മണികണ്ഠൻ. കാറ്റുകളിൽ പ്രതിക്കുന്ന നേരെ താലചന്ദ്രങ്ങൾ പിറവികൊള്ളുന്ന നെല്ലൂർക്കാടിന്റെ സന്തതി വരികയാണ്. സാന്തഭാവം കൊണ്ട് ഒഴുകുന്ന ഭാരതപ്പണിയുടെ തീരത്ത് സകല സൗന്ദര്യത്തിന്റെയും ഗജമഹിമ കണ്ണുകൊടുത്ത് വാഴുന്നവൻ വരികയാണ്. ശക്തരിൽ ശക്തനായവരെന്നും ശക്തന്റെ തട്ടകത്തിൽ താരമായവരെന്നും പേര് കേട്ടവൻ വരികയാണ്. പൂരങ്ങളുടെ പൂരമടക്കം വെള്ളം നിറഞ്ഞ പൂരങ്ങളിൽ എഴുന്നള്ളിന്റെ താരമായ വീരപ്രഭാവീത സൗര്യമുള്ളിൽ വെള്ളയിൽ സാധന കരുതരാതെ എഴുന്നള്ള നിൽക്കുന്ന രീതിയുള്ള വനിത. എഴുന്നള്ളത്ത് ചിട്ടകളിലെ തനിച്ചതെന്ന് ആരാധകരുടെ പ്രിയമാണ് മാറിയ താരനായകൻ ഗജകേസരി പട്ടാമ്പി മണികണ്ഠ. നിനക്കുമായിരം സ്വാഗതം, സുസ്വാഗതം. കുടികെട്ടി നിൽക്കുന്ന മേഘമേഘങ്ങളും വഴിയൊരുക്കി വീരനെ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ഇതാ നടുവിലേക്ക് പേഴ്സിന്റെ കയ്യിൽ പിടിച്ച് കടന്നു വരികയാണ്. അക്ഷരം വെച്ചാത്ത ആൺകുട്ടിയെയും ലക്ഷണം വെച്ചാത്ത പോരാളിയെയും കാലം വിളിച്ച നായകൻ. കോട്ടയം പട്ടണത്തിന്റെ കരുവീഴി അത് കൂട്ടക്കൊട്ടാരങ്ങൾ കീഴടക്കാൻ പോകുമ്പോൾ തന്നെ വരികയാണ് അക്ഷരനഗരിയുടെ വീരപ്രസംഗം ത്രിലോചന ഭൂപതി കിരൺ നാരായണൻ കുട്ടി. അതെ, വരികയാണ് ഉത്തര ഭാരത ഭൂമിയിൽ നിന്ന് ഉന്നതമായ പേരുടെ ഇതിഹാസ നായകനായി മാറുവാൻ ഇത്തിരി നേരം മാത്രം മതിയെന്ന് തെളിയിച്ചത് അംഗചേതന്മാർ നെൽസും വിരിച്ചും നിന്ന് പോരാടിയ വീരസേനയുടെ ഭൂരപുത്രന് ഭൂരാഘോഷങ്ങൾക്ക് പുതുമയുടെ പോരാട്ടം കാഴ്ചവെക്കുവാൻ മടിക്കാത്ത നാരായണൻ കുട്ടി. അതെ, തന്റെ പ്രിയ സാരഥി വാമനപ്പള്ളി ജിയേഷിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരുത്തുറ്റ ചരിത്രം രചിക്കുവാൻ മുഖത്തുള്ള മുരാരിയുടെ മണ്ണിലേക്ക് വരികയാണ്. നടുവിലേക്ക് പ്രദേശത്തിന്റെ ഒരേ നായകൻ ത്രിലോചന ഭൂപതി കിരൺ നാരായണൻ കുട്ടി. പോരാട്ടത്തിന്റെ രീതികളെല്ലാം ആലക്കേരളത്തിൽ കാണിച്ചു കൊടുക്കുന്നവരാണ് കുട്ടി. രചിക്കുന്ന ചരിത്രത്തിന്റെ നായകൻ തന്നെയായിരിക്കണമെന്ന മനസ്സിൽ വാശിയുള്ള കരുത്തനായവരാണ് കുട്ടി. അക്ഷരനഗരിയുടെ നാമധേയം ആലക്കേരളത്തിൽ അടിയിറങ്ങിട്ട് ഉറപ്പിച്ച് ഇരട്ട ചെലവുള്ളവരാണ് കുട്ടി. അടിമത്തന്റെ മണ്ണിൽ ഒന്ന് മടിയറവത്ത് ശീലമില്ലാത്ത നാരായണൻ കുട്ടി. നടുവിലേക്ക് പ്രദേശത്തിന്റെ ആശയും ആവേശവുമായ നാരായണൻ കുട്ടി. ആരെന്നും എന്തെന്നുമെന്ന സത്യത്തിൽ ആവേശം കൊണ്ടിവിടും അടക്കി ഭരിക്കാൻ പോകുന്ന ആൺകുട്ടിയെ ഉത്തരം പറഞ്ഞ് അവതരിക്കുകയാണ് നാരായണൻ കുട്ടി. കിരൺ നാരായണൻ കുട്ടി. വരികയാണവൻ ആവേശം അലയടിച്ചീരുന്ന നേരത്ത് ആഘോഷത്തിന്റെ ആലച്ചന്തങ്ങൾ ചെവിയാതെ നിൽക്കുന്ന നേരത്ത് പതിവ് തെറ്റാറിയിട്ടവരിൽ പൂരങ്ങളുടെ പൂരത്തിന് പ്രമുഖിയിൽ കൂട്ടുനിന്നവൻ സല്ലാരിയിൽ കിഴക്കേ ദേശത്തിന്റെ വീരനായകൻ നീലച്ചിലാറിന്റെ തീരത്തെ നാദങ്ങളുടെ ശേഷൻ ഗജകൗസുഭം കളഭകേസരി പല്ലാത്തു ഗോലോദത്തൻ. അതെ, ഒരു പിടി കാരണങ്ങൾ അഴകായി പെരുമയായി നിലനിൽക്കുന്ന പാലാരിയുടെ മണ്ണിൽ നിന്നും പെരുമയുടെ അവതാരം കൊണ്ട് വന്നിരിക്കുകയാണ്. അരങ്ങിൽ താരമായവരെ മാത്രം മലയാളത്തിലേക്ക് സമ്മാനിച്ച ചെറുപ്പള്ളി പാപ്പാലത്തമ്മ നച്ചാടിന്റെ കണക്കു തെറ്റാണ് കണ്ടത്. പാപ്പാലത്തമ്മയിൽ നിന്നും പ്രൗഢിയോടെ പല്ലാത്ത തലവാടന്റെ
വന്നവൻ എതിരേറ്റ് സ്വീകരിച്ച കർമാടൻ അതിരില്ലാത്ത ആവേശം പകർന്ന സുന്ദര സൗന്ദര്യം. അതെ, ഇവൻ തികഞ്ഞ ശാന്തതയുടെയും തികമാർന്ന സൗന്ദര്യത്തിന്റെയും മൂർത്തിഭാവം. അഴകിന്റെ എഴുന്നള്ളത്തുകൾക്ക് ആവേശ പ്രൗഢി പകരുവാൻ ആകാര മികവുമായി എഴുന്നള്ളി വരുന്നവൻ. ഇത്തവണ 10ാം ഉത്സവത്തിന് വലിയ ശിവേലിക്ക് ഇരുന്നെല്ലാം തിരുവയ്ക്കൊപ്പം തെരഞ്ഞെടുത്ത ഉത്തമപീഠം. തികഞ്ഞ ശാന്തതയുടെയും തികമാർന്ന ഉൾക്കരുത്തിന്റെയും സ്വരൂപൻ. ചങ്ങായി കിഴക്കൻ ദേശത്തിന്റെ വീരനായകൻ സത്യശ്രേഷ്ഠ കുലപതി ഗതകൗസുഭം പല്ലാട്ടുപർവ്വത നിരക്കുറായിരം സ്വാഗതം. ഇടങ്ങളിൽ വഴി നിരക്കുന്ന സാരഥി മൂവാറ്റുപുഴ സ്ഥലത്തിന്റെയും വിശാലന്റെയും കൈകൾ പിടിച്ചു വരികയാണവൻ. അന്ന് വടക്കൻ നാടിന്റെ മടുക്കത്തെ കേരളത്തിന്റെ യുഗപ്രമേയം പല്ലാട്ടുപർവ്വത നിരക്കുറായിരം സ്വാഗതം. ആവേശത്തിന്റെ പാലകളക്കിയുടെ കയ്യം പിടിച്ചുകൊണ്ടിട മുഖത്തിന്റെ നിരനിരയെ കാണുവാൻ വരികയാണവൻ. ശാന്തതയുടെ മൂർത്തിഭാവമെന്നും ആനക്കേരളം കാതിൽ ചെല്ലുവീഴ്ച പൂർണ്ണകരിക്കാരൻ. പേരുകേട്ട താരകമായി വേഗം തീരുവാൻ വേണ്ടുന്ന വേറിട്ട ആവേശം കൈമുതലായുള്ളവൻ. ഗജരാജകേസരി പാറന്നൂർ മന്നൻ. വീരേതിഹാസ പാരമ്പര്യങ്ങളുടെ പടനിലത്തിൽ നിന്നും ആഘോഷചാരുതയുടെ നിറനിലാവ് ചൂടുവാൻ കടന്നു വരികയാണത്. വടക്കനാടും വടക്കും നാഥന്റെ മണ്ണും വടക്കെടുത്ത് മലയിൽ കിടന്ന പാറന്നൂരിൽ ഉദിച്ച ഗജതാരകം. പാറന്നൂർ ഗോപന്റെ പെൺകരക്കാരനായ ആനക്കേരളം അറിയിട്ട് വാദിച്ചവൻ വരികയാണ്. മുരഹരിയാകുന്ന പെണ്ണ് തമ്പുരാന്റെ മണ്ണിലേക്ക് കടന്നു വരികയാണവൻ. സാന്ധ്യതകളുടെ മുഖമുദ്രയാക്കി വടക്കിന്റെ തട്ടക മടക്കി കാണുന്നവൻ. കുന്നോളം ആവേശം നൽകുന്ന കുന്നംകുളം നാട്ടിൽ പൂരങ്ങളും പെരുന്നാളും കൂടി താരമായി നിൽക്കുന്നവൻ. ഏതൊരു ഉത്സവപ്പറമ്പിന്റെയും നിലയ്ക്കാത്ത ആവേശമായ ഗതകാല പെരുമ നിറഞ്ഞവൻ. ഗജകേസരി പാറന്നൂർ മന്നൻ. തന്റെ പ്രിയ സാരഥി പറളി ബാലകൃഷ്ണന്റെ കൈയും പിടിച്ചുകൊണ്ടിട മുഖത്തല കണ്ണന്റെ മണ്ണിലേക്ക് വരികയാണവൻ. വടക്കിന്റെ വിശ്വരൂപം പാറന്നൂർ നന്ദ നിലക്കൊരായിരം സ്വാഗതം സുസ്വാഗതം. മുറിവേറ്റ സംഘത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. സൂര്യൻ കാത്തിരിക്കുന്നത് ആവിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് മുന്നിൽ പോയി നടന്നു. വിധി പോലും കുറച്ചുപോയി അവന്റെ കരുതൽ. അതെ, അവൻ നെഞ്ചും പിടിച്ചു വന്നപ്പോൾ ഇവിടെ ഒരു കാറ്റ് വീശിയ ആ കാറ്റിൽ ഇവിടെ കൂടെ നിൽക്കുന്നവർക്ക് ഒരു ജീവശ്വാസമാണ് സാർ. നിങ്ങൾക്കൊരു ഉപദേശം തരാം. ഒരു കാലത്തും നിങ്ങളിവിടെ എതിർത്ത് നിൽക്കാൻ പോകരുത് സാർ. നടുവിലേക്ക് പ്രദേശത്തിന്റെ നായകൻ, നാട് ഭരിക്കാൻ നാരായണന്റെ മണ്ണിൽ നിന്നും വന്ന നായകൻ, നാരായണൻ നാരായണപ്പള്ളൻ ഗുരുവായൂർ ദേവസ്വം രാജശേഖരൻ. വരവുകളുടെ ചരിത്രം രചിക്കാൻ ശ്രീ ഗുരുവായൂരപ്പൻ കരുതിമറ്റ മന്ത്രായുധം ചുവടുപിടിച്ചില്ലെന്ന മണ്ണിൽ കാലം തന്നെ കൈനീട്ടി മറവേറ്റുമെന്ന് തെളിയിക്കുന്നുള്ളവൻ. ആരാധന കാണാതെ ആരാമത്തിൽ കണ്ണൊളിപ്പിച്ചുമെന്ന കരുത്തുറ്റ ഗജതാരകം വരികയാണ്. ആരെയും ഭയന്ന ചരിത്രമില്ലാതെ, ആരോടും ഏറ്റുമുട്ടലിൽ സഹിയില്ലാതെ ഗുരുവായൂർ അമ്പലമൊക്കെ തിരഞ്ഞെടുക്കുന്ന കൊന്നതാണ്. ആരിൽ നിന്ന് തോൽക്കുന്ന കരുത്തും കടകൻ തോൽക്കും കാന്തിയുമായി കുന്നത്തൂർ കോട്ട അടക്കി ധരിക്കുന്നത്. ഒന്ന് മനസ്സുവച്ചാൽ ഒന്നും തെറ്റാത്ത ഒറ്റക്കാരി പോകുമെന്ന് കണ്ണൻ തന്നെ നിരത്തപ്പം കുറയ്ക്കപ്പുറം ചരിത്രം കീഴടക്കിയവൻ. വടക്കുമാത ഭൂമിയിൽ പൂരത്തിൽ പാറമേക്കാവ് വലുതാണ് നേർത്തുനിർത്തിയവൻ. വൈക്കത്തപ്പന്റെ തിരഞ്ഞെത്തി മധ്യകേരളത്തിന്റെ മനസ്സു കീഴടക്കിയവൻ. വരും കാലത്തെ വിജ്ഞാനങ്ങളെ വരെ വഴിയിൽ തടയുന്ന മള്ളിയിൽ
ഇടനാഴി കിടന്ന് മലയടിക്കുന്ന ആവേശം ഇവിടെ ഗജരാജ പെരുമ ഉറയ്ക്കുവാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ഒരു നാടൻ സസ്യപുത്രന്റെ വരവ്. അതെ, ഇവൻ അകതാരിൽ നിറയെ ആരവത്തിന്റെ തീരാ സൗന്ദര്യം വഹിക്കുന്ന ആന കേരളത്തിന്റെ 1000ാമത് സമൻ. 1000 മാത്രം കിട്ടിയ ആവേശത്തിന്റെ കൊണ്ടത്തം കൂടി എഴുന്നള്ളുന്ന തിരുവിതാംകൂർ കൊച്ചശേഷൻ. അതെ, പടിഞ്ഞാറൻ ദേശത്തിനായി അവതരിക്കുന്നു അഴകിന്റെ മകനിൽ കയറി ചെറുപ്രായത്തിൽ കാലക്കുഞ്ഞെടുത്തുവന്ന തന്റെ പ്രിയ സാരഥി അനന്തപുരിക്കാരൻ ബാലാജിയുടെ കയ്യം പിടിച്ചെഴുന്നള്ളി വരികയാണവൻ. കോടനാടൻ കാടിന്റെ മഞ്ഞതയിൽ കോടാനുകോടി ആവേശമോടെ പിറന്നുകൊണ്ടവൻ തേടിയെത്തിയവർക്ക് വിളിച്ച നാമധേയം ആരാമെന്നായപ്പോൾ ആയിരങ്ങൾക്ക് ആവേശമായി മാറിയവൻ. അവിടെ നിന്നും അയ്യപ്പനായി മലനിരകൾക്കിടയിലെ പലരും പറമ്പിലേക്ക് വന്നവൻ. അതെ, ഇവനൊരു കാലത്ത് കേരളത്തിന്റെ സ്ഥലങ്ങളിൽ പോലും ആവേശത്തിന്റെ ആനച്ചന്തം നിറച്ച സസ്യപുത്രൻ. മികവാർന്ന സൗന്ദര്യത്തിന്റെയും മികന്ന ശാന്തതയുടെയും കേന്ദ്രമൂർത്തിഭാവം പടിഞ്ഞാറേക്കര പത്തരമാറ്റ പ്രൗഢിയുള്ള പൊങ്കാരനും വരികയാണ്. പെരുമാളിന് ശേഷം കോട്ടയം പട്ടണം കടൽ പൂരങ്ങളുടെ പൂരം നയിച്ച പൂരനായകൻ സത്യസുന്ദര ഗന്ധർവൻ തലപകേസരി ഈ അട്ടിപ്പെട്ട അയ്യപ്പൻ. കലിയുഗത്തിൽ കണ്ണും മനസ്സും നിറച്ച് കരിയണത് കാണിച്ചു കൊടുത്ത അവതാരത്തുറവി ലക്ഷണപ്പെടുവിന്റെ തൊഴിലാളിയിൽ നിന്നും ലക്ഷണത്തിക്കുമെന്ന് പടിക്കെട്ടുകൾ കീഴടക്കിയ ഈ രാജ്യവേട്ടക്കാരൻ മികവാർന്ന സൗഹൃദങ്ങൾക്ക് മികവാർന്ന ഉത്തരം കൊടുക്കുവാൻ അക്ഷരങ്ങളിൽ കരുതി വച്ചിരിക്കുന്ന മദ്രാരി സംഹിത. എറണാകുളത്തെ അണകോടെ ഇരുന്നെഴുന്നള്ളുവാൻ ശ്രമിക്കുന്ന അത്യുത്തമ പീഠമിത. വർഷങ്ങളോളം വടക്കിഴപ്പിനെ ഏളവില്ലാതെ സേവിച്ചവൻ പൂർണ്ണ പൂർണ്ണ മനസ്സിന്റെ എഴുതുഹിച്ച പൂരനായകൻ അഴകിന്റെ തമ്പുരാന് ശേഷം പൂരനെന്ന് അറിയിട്ട് മാറിച്ച മറ്റൊരു കോടനാടൻ ലോകംഗം പടിഞ്ഞാറേക്കരയ്ക്കായി കടന്നു വരികയാണ്. പ്രഭാതത്തിന്റെ മുന്നേറ്റം പ്രഭുയുടെ കയ്യിറക്കവും കാണിച്ച് അഴകിന്റെ തെളിവുമായി വന്നു നിൽക്കുകയാണ്. ലക്ഷങ്ങളിൽ 1-2 പേര് മാത്രമുള്ള സർവലക്ഷണമായി അഴകിന്റെ മലവിൽ കാവടി ഈ വേട്ടുപേട്ട അയ്യപ്പൻ വരികയാണവൻ. അഴകിന്റെ ആവനാഴിയുമായി നിലമ്പൂർ കാടിന്റെ വസ്തുതയിൽ പിറവികൊണ്ടവൻ. വരവിൽ ഇവിടമാകെ തരംഗം സൃഷ്ടിച്ചു നിന്ന ചരിത്രമുള്ളവൻ. അതെ, തിരുനെറ്റിത്തരം മുതൽ അഴകൊഴുകുന്ന കരുവീരന്മാർ ചോയിൽ ചെവിയാട്ട് നിൽക്കുന്ന മുഖത്തല കണ്ണന്റെ മണ്ണിൽ കടന്നു വരുന്നു തിരുവാനിക്കാവ് രാജഗോപാലൻ. ആനയൂത്ത് കൺവീനർ ശ്രീ ശ്രീജിത്ത് മണികണ്ഠൻ, ആനയൂത്ത് കമ്മിറ്റി ഈ സമയം നടുവിലേക്കര പ്രദേശ് ഈ സമയം ഒരു സ്നേഹോപകാരം പൊന്നാടി അണിയിച്ച് ആദരിക്കുന്നു. മുഖത്തിലെ കണ്ണന്റെ മണ്ണിൽ വന്നിരിക്കുകയാണ് അഴകിന്റെ രാമനാരിയേന്തി നിലമ്പൂർ കാടിന്റെ വസ്തുതയിൽ പിറന്നുകൊണ്ടവൻ. തേക്കുമരങ്ങൾക്ക് പോലും കരുത്തുകൂടുന്ന നിലമ്പൂർ കാടിന്റെ മടിത്തത്തിൽ തോൽക്കാൻ മനസ്സില്ലാതെ പിറന്ന ആൺകുട്ടി തോറ്റു കൊടുക്കാത്ത വാശി കൊണ്ട് തന്നെ തോൽവിയറിയാത്ത നായകനാണ് അയാളെ കേരളത്തിൽ വിലസുന്നവൻ. തിരുമുഖത്ത് രൗദ്രതയും തിരുമനസ്സിൽ ശ്രീഭദ്രയുടെ കൃപയിൽ നിറഞ്ഞവൻ. അതെ, നീണ്ട 40 വർഷത്തിന്റെ കരുത്തുറ്റ പെരുമയുമായി തിരുവാണിക്കാവിലെ കരമുയർത്തി തൊഴിൽ ആരോഗ്യമുള്ളി തുണിയിറങ്ങിയ ഗുണമഴ തോളം കേൾക്കുന്ന ഒന്നുമല്ലെന്ന് തെളിയിച്ച താരനായകൻ തിരുവാണിക്കാവിലമ്മയുടെ ആരോഗ്യ പുത്രൻ ഗജപത്നം തിരുവാണിക്കാവ് രാജഗോപാലൻ. സാരത്ത് പൂരം നടക്കുന്ന നാട്ടിൽ നിന്നും ചരിത്രമിറങ്ങുന്ന മുഖത്തലയിലേക്ക് സാരഥി ഇടപ്പള്ളി സുഭാഷിന്റെ കയ്യം പിടിച്ച് കടന്നു വരികയാണവൻ. പൂരങ്ങളുടെ പൂരങ്ങൾക്ക് മെണ്ണം പറഞ്ഞ പൂരങ്ങളിൽ നിലസാന്നിധ്യമായി ഇറങ്ങിയ താരനായകൻ. അതെ, ഇത് രാജഗോപാലാണ്. എഴുന്നേറ്റ് നിന്ന് കയ്യടികൾ സ്വീകരിച്ച രാജഗോപാൽ പൂർണ്ണ പുഷ്പനാ കമലേശ ശാസ്താവ്
സമയം ആനയിട്ട് കമ്മിറ്റി കൺവീനർ ശ്രീജിത്ത് മണികണ്ഠൻ നടുവിലേക്കൊരാൾ ഭണ്ഡാരയെ ആദരിക്കുന്നു. യുവസാരഥി ഡീസന്റ് ജൻസന്റെ കയ്യം പിടിച്ചുകൊണ്ട് ഈ നമ്മൾ ചരിത്രം കുറിക്കാൻ വരുന്നു. പ്രജാപതി സാക്ഷാൽ നവാംഗ വിശ്വ പ്രജാപതി കലിയുഗ ഭീമൻ പുതുപ്പള്ളി കേശവൻ. ഉലകം മറന്നുള്ള ഉടനനുഭവമായി ഉന്നതികൾ കീഴടക്കിയ ഗതഭീമത ആരവങ്ങൾക്കിടയിൽ ആളായി വളർന്ന സൂര്യവംശാധിപതിയിത അവതരിച്ച വിസ്മയങ്ങളിൽ ആനക്കേരളം കീഴടകം ചെങ്കോലം കൊടുത്ത് സ്വീകരിച്ച രാജകീയ ഗതപ്പിറവി ഇടം വനം പറഞ്ഞ് വഴി നടത്തുന്ന കുന്നമ്പാറ മനോജിന്റെയും കൊടുങ്ങല്ലൂർ അനീഷിന്റെയും കൈകൾ പിടിച്ച് ചരിത്രങ്ങൾ തന്റെ പേരിൽ കുറിച്ചിട്ടവൻ അങ്ങ് വടക്കൻ രഥഭൂമിയിൽ നിന്നും ആരവങ്ങളുടെ മലയാളക്കര കാണുവാൻ രഥമതി വന്നവനിവൻ താരങ്ങളെ മാത്രം കൈപിടിച്ചു കൊണ്ടുവന്ന പാപ്പാലപ്പുറം പത്താനന്റെ എക്കാലത്തെയും മികച്ച കൊല്ലത്ത് വളർച്ചയുടെ പാതയിൽ കളർച്ചയറിയാതെ വിജയപഥങ്ങൾ തൂകിയവൻ പുലരി മുതൽ പോരാട്ടം ധീരമാക്കി ഉയർച്ചകളെ കാലടി ചുവട്ടിലാക്കിയ പ്രജാപതി കരുത്തുറ്റ കാലം കാത്തിരിപ്പുണ്ടെന്ന തിരിച്ചറിവിൽ കാലത്തെ പോലെ വെല്ലുവിളിച്ച ചരിത്രമുള്ളവൻ അയ്യോ എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ തന്നെ ആഹാ ഭീമൻ തന്നെ എന്ന് കാണിച്ചു കൊടുത്തവൻ അക്ഷരം തെറ്റാത്ത വാശികൊണ്ട് ഉത്തരദിക്ക് കടന്നു വന്നവരുടെ ഉത്തമ പോരാട്ടം കാഴ്ചവെച്ചവൻ. അതെ, ഇത് കേശവനാണ് യുവസാരഥി. അതെ, ഈ പുണ്യഭൂമിയിലേക്ക് കടന്നു വരികയാണ് യുവസാരഥി. ഡീസന്റ് ജൻസന്റെ നായകനായി മുഖത്തല കണ്ണന്റെ മുന്നിൽ വന്നെത്തിച്ചേരുകയാണ് കേശവൻ. കേമനായ കാലം മുതൽ കാലത്തിന്റെ വെല്ലുവിളികൾക്ക് വളർത്തുകൊണ്ട് കുറ്റ മറുപടി കൊടുത്ത കേശവൻ. ഉത്തമന്മാർ ഒത്തിരി ഒത്തിരി മലയാളക്കരയിൽ ഉത്തമ വളർത്തുകൊണ്ട് ചരിത്രം കുറിച്ച കേശവൻ. ആറാട്ടുകളിലെ 3 പൂരങ്ങളും 6 പൊരുളുകൊണ്ട് അലങ്കരിച്ച കേശവൻ. താമന്തം തന്റെ രീതി എന്തെന്നും പോരാട്ടം കൊണ്ട് കാണിച്ചു കൊടുത്ത സംകൂട്ടമുള്ള കേശവൻ. സാക്ഷാൽ നവാംഗ വിശ്വ പ്രജാപതി ഗജഭീമൻ പുതുപ്പള്ളി കേശവൻ. അകമലയുടെ താഴ്വാരത്തെ ആ രുദ്ര മഹാകാളിക്കാവിൽ കുമരനെന്ന ദേശത്തിന്റെ തിടമ്പാന വരാക്കര പൂരം ഭക്ഷ്യസുന്ദരങ്ങളേക്കാൾ വാസിയുള്ളവരിൽ നിന്ന് നയിക്കുന്ന തിടമ്പാന വേലകളിൽ വേലയ്ക്ക് നായകത്വം വഹിക്കാൻ വേദികളിൽ കോട്ടയം കാലമുണ്ടെന്ന് കാണിച്ചു കൊടുത്തവൻ. ചെമ്പൂത്രയിലും തൂതയിലും പൂരം നയിക്കുവാൻ താണ്ടെന്ന മതിയെന്ന് പലകുറി തെളിയിച്ചവൻ. 1000 കണിയിലെ ആവേശ സൂര്യൻ അനന്തപുരിയിൽ ആളത്വത്തിന്റെ നേതൃത്വമാറിയവൻ. ചെനക്കത്തൂരിൽ ചെന്താരകൻ തോക്കുന്ന കാന്തി കാണിച്ചു കൊടുത്തവൻ. സൂര്യൻ ഇതാ പതിവത്തെത്താല മുഖത്തലയിൽ വന്നിട്ട് നിൽക്കുന്ന ആവേശ ഭീമൻ ആഘോഷങ്ങളുടെ നായകൻ ഗജഭീമൻ പുതുപ്പള്ളി കേശവൻ. ഇതാ തന്റെ വസന്തമെന്ന് കാണിച്ചാടാതെ കൊണ്ട് നിൽക്കുന്നു ആരാധകരുടെ സൂര്യവംശാധിപതി യുവസാരഥി ഡീസന്റ് ജൻസന്റെ നായകനായി ഈ വർഷവും മുഖത്തലയിൽ ആരവം നടക്കുവാൻ നീ വരുന്ന കേശവ. നിനക്കും നിന്റെ സാരഥിമാർക്കും ആവേശ പെരുമയിലേക്ക് സ്വാഗതം, സുസ്വാഗതം. മണ്ണും മെണ്ണും മനസ്സുകളെയുള്ള മുഖത്തുള്ള കണ്ണന്റെ മണ്ണിൽ അണിനിരക്കുന്ന നേരത്ത് ഈ നാട് ഭരിക്കാൻ ഒരു രാജാവ് എഴുന്നള്ളി വരുന്നു.
ഇവൻ തിരുവിതാംകൂറിന്റെ പടനായകൻ, തെക്കൻ മലയാളത്തിന്റെ പടനായകൻ, തൃക്കടവൂരിലെ പടനായകൻ, തൃക്കടവൂരപ്പുള്ള വീരനായകൻ, ലോകസത്യശാസ്ത്രാധിപതി, വേദനാഥരത്നം, തൃക്കടവൂർ ശിവരാജു. അവതരിക്കുന്നു കൂട്ടരേഴകിന്റെ കടവൂരാൻ അയ്യനയ്യപ്പ സ്വാമിയുടെ പൊന്നൻ പൂജാവനത്തിൽ മിന്നൽ താരപ്രഭയുടെ പിറവികളുടെ കടവൂരാൻ അരങ്ങിൽ താരമാകാൻ വേണ്ട ആദ്യാക്ഷരങ്ങൾ കോഴിയുടെ അമ്മ മടിപ്പത്തി പഠിച്ച് തികഞ്ഞ കടവൂരാൻ കാലകാല കോവിലിൽ പ്രാന്തിയുടെ മാടുന്ന തേവരുടെ ആരോഗ്യം നിലനിൽ സാക്ഷാൽ തൃക്കടവൂരിൽ കാലുകുത്തിയ കടവൂരാൻ. അതെ, ചുവടുവെച്ച് വരുന്ന ചരിത്രം രചിക്കാൻ തന്നെ എന്ന് മനസ്സുകൊണ്ട് തെളിയിച്ച കടവൂരാൻ. ഹൃദയമുറങ്ങുന്ന ദേശീയനാഥിൽ അവതാരം കൊണ്ട് നിൽക്കുകയായി തെക്കിന്റെ ദേവൻ. ചെറിയൊരു വടിയുടെ ബലത്തിൽ ചെറുബാല്യങ്ങൾ വഴിനടത്തിയ സാരഥി പുത്തൻ വീട്ടിൽ ഗോപാലകൃഷ്ണപിള്ളയുടെയും യുദ്ധത്തോടനായി അന്ന് ഞങ്ങൾ കൂടെയുള്ള തകിടിയിൽ മനോജിന്റെയും കൈകൾ പിടിച്ചിത അവതരിച്ചു നിൽക്കുന്നു തെക്കിന്റെ ദേവൻ. പ്രായം 18 തികഞ്ഞപ്പോൾ തന്നെ പ്രൗഢിയും പമ്പരമാക്കി നിന്ന തൃക്കടവൂരപ്പന്റെ കൊമ്പനാണ്. ചെറുബാല്യം മുതൽ ബാലവേലാവിൽ കൊണ്ട് വാഴ്ത്തിടിക്ക് ഓടി ശീലിച്ചവൻ. യൗവന കുതിപ്പിന് പകിട്ട് ഒതുങ്ങാൻ അന്നദാന പ്രഭയുടെ തങ്കക്കിടങ്ങാക്കിയവൻ. തർക്കമില്ലാത്ത ആകാശമായി തെക്കു നിന്നും ദൂരങ്ങളുടെ ദൂരം കൂടിയ നാട്ടുരാജാവ്. അതെ, ആറാട്ടുപുഴയുടെ പ്രൗഢിയും അനന്തപുരിയിലെ ആരവങ്ങളും നെഞ്ചോട് ചേർന്നവൻ. പൂരപ്പെരുമകൾ മാറി വിളിച്ചപ്പോൾ തൃശ്ശൂർ പേരൂരത്തിൽ ഭരിക്കുന്ന തെക്കൻ തമ്പുരാൻ. അകന്നവരുടെ പ്രാർത്ഥനകൾ ആനപ്രിയനായ ശ്രീ ഗുരുവായൂരപ്പനെ കാണിക്കയിൽ അർപ്പിച്ച തിരുവിതാംകൂർ തന്നെയാണ്. കാളിയിറങ്ങുന്ന കാട്ടകാമ്പലിൽ കണക്ക് കൂട്ടലുകൾക്കും അപ്പുറം തരംഗം സൃഷ്ടിച്ച അതേ താരസൂര്യൻ ഇതാ മുഖത്തല കണ്ണന്റെ മണ്ണിൽ അവതരിച്ചിരിക്കുന്നു. തിരുവിതാംകൂറിന്റെ നാടുപാടി നാടുവാഴുന്ന നാട്ടുരാജാവ് ഗജരാജനം നേടിയ ഗജകുല കൂടസ്ഥൻ ഗജരാജരത്നം തൃക്കടവൂർ ശിവരാജു. തർക്കമില്ലാത്ത ആവേശമായി തെക്കും കടൽ ദൂരങ്ങളുടെ ദൂരം കൂടിയ നാട്ടുരാജാവ്. ആറാട്ടുപുഴയുടെ പ്രൗഢിയും അനന്തപുരിയിലെ ആരവങ്ങളും നെഞ്ചോട് ചേർന്നവൻ. പൂരപ്പെരുമകൾ മാറി നിൽക്കപ്പോൾ തൃശ്ശൂർ പേരൂരത്തിൽ ഭരിക്കുന്ന തെക്കൻ തമ്പുരാൻ. അകങ്ങളുടെ പ്രാർത്ഥനകൾ ആലപ്രിയനായ ശ്രീ ഗുരുവായൂരപ്പന് കാണിക്കയായി അർപ്പിച്ച തിരുവിതാംകൂറിന്റെ വല്ലാണ്. കാളിയിലുള്ള കാട്ടകാമ്പലിൽ കണക്ക് കൂട്ടലുകൾക്കും അപ്പുറം തരംഗം സൃഷ്ടിച്ച താരസൂര്യൻ ഇതാ മുഖത്തല കണ്ണന്റെ അവതരിക്കുന്നു. തിരുവിതാംകൂറിന്റെ നാടുപാടി നാട് തല്ലിക്കുന്ന നാടുമാടി നാടുവാഴുന്ന നാട്ടുരാജാവ് ഗജരാജകുമാരിയ മുഖത്തല കണ്ണന്റെ മണ്ണിൽ ആളുകളുമായി കണ്ണന്റെ ഒരായിരം ആദ്യമായി കൊണ്ടുകൊണ്ട്
വന്നതുപോലെ ആളുകളെല്ലാം അഭിമാന പാതാളങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ചിന്തിക്കുന്നവരെ പഠിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആവേശങ്ങൾക്കും എല്ലാവരും നമ്മൾ ഏൽപ്പിച്ചുകൊണ്ട് തൽക്കാലം മറ്റൊരു കൂടെ പോയി നമുക്ക് കണ്ടുപിടിക്കാൻ പ്രതീക്ഷയുണ്ട്. ഒരാളുടെ സ്നേഹത്തോടെ ഈ മണ്ണിൽ ഇതൊക്കെ കണ്ടെത്താനായി വിളിച്ച ആളുകൾക്ക് തന്നെ പുള്ളി കഴിഞ്ഞല്ലേ പുള്ളിക്ക്